കൊല്ലം ജില്ലാ വനം വകുപ്പ് ഓഫീസിലേക്ക് വനപാലകർ അർദ്ധരാത്രി പ്രതിഷേധ സമരം നടത്തി. 24 മണിക്കൂറും ജോലി ചെയ്യുന്ന വനപാലകരുടെ അവകാശങ്ങൾ അധികൃതർ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി വിളവുകളൊക്കെ തിന്നുന്നു. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി. രാവും പകലും ഒരേപോലെ ജോലി ചെയ്യുന്ന വനപാലകരുടെ കഷ്ടതകളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് അർദ്ധരാത്രി സമരം സംഘടിപ്പിച്ചത്. KFPSA കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊല്ലം ജില്ലാ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെയും തിക്തഫലം അനുഭവിക്കുന്ന ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളാണ് വനംവകുപ്പിലെ യൂണിഫോം ജീവനക്കാരെന്നും വനവാസികൾ മാത്രമല്ല മനുഷ്യരും കൂടിയാണ് വനപാലകരെന്നും സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. വനപാലകരും മനുഷ്യരാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കൊടുങ്കാടുകളിൽ ഉൾവനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇന്ന് ഈ കൊല്ലം നഗരത്തിൽ ചിന്നക്കടയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. നിരവധി വർഷങ്ങളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഡ്യൂട്ടി റെസ്റ്റ്, അതായത് പൊതുസമൂഹത്തിന് കൂടി മനസ്സിലാവാൻ വേണ്ടി പറയുക, 6-7 ദിവസം തുടർച്ചയായി ഉൾവനങ്ങളിൽ കഞ്ചാവും ചാരായ റെയ്ഡും നടത്തുകയും കാട്ടുകൊള്ളക്കാരോടും അതുപോലെ തന്നെ ക്രിമിനലുകളോടുമൊക്കെ നിരായുധരായി പൊരുതി ഈ വനത്തെയും ഭാവി തലമുറയ്ക്ക് വേണ്ട പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്ന സാധാരണപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് 6-7 ദിവസം തുടർച്ചയായി ഡ്യൂട്ടി ചെയ്താൽ 2-3 ദിവസം ലഭിച്ചുകൊണ്ടിരുന്ന ഡ്യൂട്ടി റെസ്റ്റ് ഇന്ന് നമ്മുടെ വനം വകുപ്പ് അധികാരികൾ നിർത്തലാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ കുടുംബത്തെയോ കുഞ്ഞുങ്ങളെയോ ഒക്കെ ഒരാഴ്ചയധികം ജോലി ചെയ്തതിന് ശേഷം വീടുകളിൽ പോയി കാണുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശം പോലും ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്ന് വനംവകുപ്പിന്റെ ഉന്നതാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കവി കുരീപ്പുഴ ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ സമരത്തിന്റെ ഭാഗമായി. വനംവകുപ്പ് ജീവനക്കാർ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്നും ജീവനക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.